ഹായ്. പതിയെ പതിയെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുന്നവർ, അവരെ നമ്മൾ സൂക്ഷിക്കണം. എന്തെന്നാൽ അവർ പുതിയതായി ഒന്നിനെ സ്വീകരിക്കാനായിട്ട് റെഡിയാവുകയാണ്. അവർ പുതിയ ആളെ കണ്ടെത്തി കഴിഞ്ഞു. ഇനി നടക്കാൻ പോകുന്നത് നിങ്ങളെ വിട്ടുകളയൽ എന്ന ചടങ്ങാണ്. ഒഴിവാക്കലിൻ്റെ, വിട്ടുകളയലിൻ്റെ ഒരു വേദി. അത് ചിലരുടേത് സാഹചര്യം എന്ന് നമ്മൾ വിശ്വസിക്കുന്ന കഴിവുകേടായിരിക്കാം. മറ്റു ചിലരുടേത് ആത്മാഭിമാന പ്രശ്നമായിരിക്കാം. ഇനിയും വേറെ ചിലരുടേത് അവരുടെ അഭിനയത്തിൻ്റെ സമയം കഴിഞ്ഞ് കട്ട് ഓഫ് പറഞ്ഞതാവാം. എന്ത് തന്നെ ആയാലും ഒഴിവാക്കി തുടങ്ങിയവർക്ക് ഒരൊറ്റ ലക്ഷ്യമേ കാണൂ: നിങ്ങളെ ഒഴിവാക്കണം, ഒഴിവാക്കണം, ഒഴിവാക്കണം എന്ന് മാത്രം. അതിനുവേണ്ടി അവർ എന്തും ചെയ്യും. എന്ത് നാടകം വേണമെങ്കിലും കളിക്കും. അവരുടെ മനസ്സ് തകർന്നു പോയ പോലെ അവർ അഭിനയിക്കും. ഒരുപാട് ഇഷ്ടത്തോടെ നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച് സങ്കടവും വിഷമവും ഉള്ളിലൊതുക്കുന്നത് പോലെയൊക്കെ അഭിനയിച്ച് ഓസ്കാർ ലെവൽ എത്തും. എടോ, ഇത്തരം മനുഷ്യരുടെ ഉള്ളു മനസ്സിലാക്കാൻ ഒരാൾക്കും പറ്റില്ല. നിങ്ങളും വിചാരിക്കും പാവം ഏട്ടായി അല്ലെങ്കിൽ പാവം പെണ്ണ്, ഒരുമിച്ച് ജീവിക്കണമെന്ന ആഗ്രഹമില്ലാഞ്ഞിട്ടല്ലല്ലോ, പാവത്തിൻ്റെ സാഹചര്യം ഇങ്ങനെ ആയിട്ടല്ലേ, അല്ലാതെ എന്നോട് ഇഷ്ടമില്ലാഞ്ഞിട്ടല്ലല്ലോ. ഇവിടെ നിങ്ങൾ തന്നെ അവർക്ക് ഒരു പാവം പട്ടം അണിയിച്ചു കൊടുക്കുകയാണ്. ഇങ്ങനെയുള്ളവർക്ക് നിങ്ങളുടെ മേൽ ഒരു കുറ്റവും പറയാനുണ്ടാവില്ല. ഒരു കുറ്റം കണ്ടുപിടിക്കാനോ പറയാനോ ഒന്നും കാണില്ല. അവരുടെ മുന്നിൽ നിങ്ങൾ അവരുടെ ഒരു ഇഷ്ട കഥാപാത്രമായിരിക്കും. നിങ്ങളെ സോപ്പിട്ട് മയക്കിയിരിക്കുകയാണ്. നിങ്ങളൊന്നും മനസ്സിലാക്കുന്നുമില്ല. അവരുടെ കാര്യങ്ങൾക്ക്, അവരുടെ ആവശ്യങ്ങൾക്ക്, അവരുടെ ടൈം പാസിന്, അതിന് മാത്രമാണ് അവർ നിങ്ങളോടൊപ്പം നിന്നത്. ഇനി അവർ പുതിയതായ ഒരാളെയാണ് അവർക്ക് വേണ്ടത്. അതവർ തേടി കണ്ടെത്തി കഴിഞ്ഞു. ഇനി നിങ്ങളെ വിട്ടുകളയൽ എന്ന മഹാചടങ്ങാണ് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. എന്തിനാണിതൊക്കെ? നിങ്ങൾ നിങ്ങളുടെ ലൈഫുമായി വെറുതെ ഇരിക്കുകയായിരുന്നില്ലേ? അവരായിട്ട് ഇങ്ങോട്ട് വന്ന് നിങ്ങളോട് സ്നേഹം നടിച്ച് ഇഷ്ടം വളർത്തി അവസാനം കുത്തി നോവിച്ച് പടിയിറങ്ങിപ്പോകുന്നു. ഇവരുടെ കുറ്റപ്പെടുത്തലുകൾ കേൾക്കാൻ, കുത്തിനോവിക്കലേൽക്കാൻ നിങ്ങൾ സാഹചര്യം ഒരുക്കിയതല്ലേ, സാഹചര്യം ഉണ്ടാക്കിയതല്ലേ. വഴിയെ കാണുന്ന ഒരു മനുഷ്യനെ മനസ്സിൽ കയറ്റി വെച്ച് കുടിയിരുത്തി. എന്നിട്ട് എന്തുണ്ടായി? നിങ്ങൾ അവർക്ക് വേണ്ടപ്പെട്ടവരായിരുന്നത് അവർക്ക് വേണ്ടപ്പെട്ട സമയങ്ങളിൽ മാത്രമാണ്. ആ സമയം കഴിഞ്ഞുപോയി. ചിലർ അങ്ങനെയാടോ, വിട്ടുകള. അവരുടെ സന്തോഷം അവർ കണ്ടെത്തിയില്ലേ? അതിലവർ സന്തോഷിക്കട്ടെ. അതിനൊക്കെ അവർക്കൊരു പ്രത്യേക കഴിവുണ്ട്. പക്ഷേ നിങ്ങൾ ഇനിയും ഒരാളെ പരിചയപ്പെടുമ്പോൾ അവരെ നന്നായിട്ട് മനസ്സിലാക്കുക. അവരെ സ്വന്തം മനസ്സിലേക്ക് കുടിയിരുത്തുന്നതിന് മുമ്പ് 10 വട്ടം ചിന്തിക്കുക. കാരണം നിങ്ങളുടെ സങ്കടങ്ങൾ നിങ്ങൾ തന്നെ ഉണ്ടാക്കേണ്ടതല്ലോ. നിങ്ങളുടെ സ്നേഹവും വിശ്വാസവും സമയവും ഒക്കെ കൊടുത്ത് വാങ്ങേണ്ടല്ലോ. ചിന്തിച്ചു നോക്കൂ. ബൈ മോട്ടിവേഷൻ മലയാളം.